ഹലോ ഗുട്ടൻ ഡാഗ്. ഞാനൊന്ന് ടാക്സ് ഓഫീസ് വരെ പോയതായിരുന്നു കേട്ടോ. അതായത് ഇവിടുത്തെ ഫിനാൻസ് ആംറ്റ്. ഇവിടെ ടാക്സ് റിട്ടേണിൻ്റെ സമയമായതുകൊണ്ട് ഫിനാൻസ് ആംറ്റിൽ നിന്നും ടാക്സ് റിട്ടേണിൻ്റെ ഫോം വാങ്ങാൻ വേണ്ടി പോയതാണേ. സാധാരണയായിട്ട് ഓൺലൈനായിട്ട് ടാക്സ് റിട്ടേൺ ചെയ്യുന്നത്, പക്ഷേ ഇതിൻ്റെ ഫോം കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞപ്പം അങ്ങനെ പോയി നോക്കിയതാണ്. അങ്ങനെ ഞാൻ ട്രെയിന് കാത്ത് നിൽക്കുകയാണ്. ട്രിയർ ഹോപ്റ്റ് ബാനോഫിൽ നിന്നും 22 മിനിറ്റ് എടുക്കും നമുക്ക് ബസ് വഴി പോവുകയാണെങ്കിൽ. ബസ്സിലൊരു 17 മിനിറ്റിൽ കൂടുതലും സമയം എടുക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 300ഓളം മീറ്ററോളം നടക്കാനുണ്ട്. അപ്പം നമ്മൾ ട്രെയിൻ വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റോപ്പാണ് വരുന്നത്. 1 മിനിറ്റ് കൊണ്ട് തന്നെ ട്രിയർ സ്യൂത് ബാനോഫിലെത്തും. ട്രിയർ ഹാപ്റ്റ് ബാനോഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രിയർ മെയിൻ റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ നിന്നും ട്രിയർ സ്യൂത് ബാനോഫിലേക്ക്, ട്രിയർ സ്യൂത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി അവിടെ നിന്നും ഇറങ്ങി ഒരു 300 മീറ്റർ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓഫീസിലെത്തും. അങ്ങനെ ഞാൻ 300 മീറ്റർ നടന്ന് ആ ഒരു ഓഫീസിലെത്തിയിട്ടുണ്ട്. ഫിനാൻസ് ആപ്റ്റിൻ്റെ പാർക്കിംഗ് ഏരിയ ആണത്. (2024, 2025) 2 വർഷങ്ങളിലെ ടാക്സ് റിട്ടേണിലുള്ള ആപ്ലിക്കേഷൻ നമുക്ക് ഈ ഒരു ഓഫീസിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. സാധാരണ ചില ഓഫീസുകളിൽ നമ്മൾ എൻട്രൻസിൽ തന്നെ ഈ ഫോംസ് വെച്ചിട്ടുണ്ടായിരിക്കും. ചില ഓഫീസുകളിൽ നമ്മൾ അവിടെ ചെന്ന് ചോദിക്കണം. അപ്പം എനിക്കറിയില്ലായിരുന്നു ഇവിടെ എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ഇതിന് മുന്നേ ഒരു പ്രാവശ്യമാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ടാക്സ് ഓഫീസിൻ്റെ അകത്ത് നിന്നും ഈ ഒരു ഫോം, 2 വർഷത്തെ ഫോം കളക്ട് ചെയ്തിട്ട് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇത് ഇവിടുത്തെ ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനമാണ്. നമുക്ക് എവിടെ നിന്നും എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് എൻ്റർ ചെയ്തതിന് ശേഷം ടിക്കറ്റിന് വരുന്ന എമൗണ്ട് നമുക്ക് കാർഡ് വഴി അല്ലെങ്കിൽ നോട്ട് ആയിട്ടോ അല്ലെങ്കിൽ കോയിനായിട്ടോ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. മെയിൻ സ്റ്റേഷൻ അല്ലാത്ത ബാക്കി എല്ലാ സ്റ്റേഷനുകളിലും ഇതുപോലെ മെഷീൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. എനിക്കിവിടെ ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് ഉണ്ടായിരുന്നത് കൊണ്ട്, 1 മാസത്തേക്കുള്ള ടിക്കറ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് ഇതിന്ന് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ട്രെയിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്ലാറ്റ്ഫോമിൽ തന്നെ ഈ ടിക്കറ്റ് എടുക്കാനുള്ള മെഷീന് ഉണ്ടായിരിക്കും. എനിക്കവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് പോകേണ്ട ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നത്. ഈ ട്രെയിന് നേരെ ട്രിയർ ഹോപ്റ്റ് ബാനോഫിലേക്കാണ് പോകുന്നത്. 1 മിനിറ്റേ ഉള്ളൂ. അവിടുത്തെ നെക്സ്റ്റ് സ്റ്റോപ്പാണ് ട്രിയർ ഹോപ്റ്റ് ബാനോഫ് എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ട്രെയിനെ നിർത്തിയതിന് ശേഷം ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. കുറച്ച് പേര് ഇറങ്ങാനുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ അങ്ങോട്ട് കയറിയിട്ട് നമുക്ക് ഇടത്തും വലത്തും സീറ്റുകളുണ്ട്. ഞാൻ ഇടതു ഭാഗത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരുപാട് പേര് ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ അവസാനത്തെ സ്റ്റോപ്പ് ആയതുകൊണ്ടായിരിക്കാം. അവിടെ നിന്നും കറക്റ്റ് 1 മിനിറ്റേ ഉള്ളൂ അടുത്ത സ്റ്റോപ്പിലേക്കേ ഉള്ളൂ. എന്നാലും ഞാൻ അവിടെ ഇരുന്നു കേട്ടോ. ഒത്തിരി സീറ്റ് ഉണ്ടായിരുന്നു. ട്രിയർ ഹോപ്റ്റ് ബാനോഫ് എഴുതിയിട്ടുണ്ട്, ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇന്ന് നല്ല വെയിലുള്ള ദിവസമായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ കുറച്ച് 2-3 ദിവസങ്ങളിലായിട്ട് വെയിൽ കാണുന്നത്. അങ്ങനെ ഞാൻ ട്രിയർ ഹോപ്റ്റ് ബാനോഫിലെത്തി. ഈ ട്രെയിനിൻ്റെ ലാസ്റ്റത്തെ സ്റ്റോപ്പ് ഇവിടെ തന്നെയായിരുന്നു. ഇനി അങ്ങോട്ട് ട്രെയിൻ പോകുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ട്രെയിൻ അവിടെ ഒരു ഭാഗത്ത് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. വേറെ ട്രെയിനൊക്കെ അതിലൂടെ പോകുന്നുണ്ടായിരുന്നു. നല്ല രസമായിട്ട് അവിടുത്തെ ട്രെയിൻ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് നാട്ടിലായിരുന്നപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ട്രെയിനിലാവുമ്പോൾ കാടും മലയും പുഴയും ഒക്കെ കണ്ട് ആസ്വദിച്ച് പോകാമല്ലോ. അങ്ങനെ പുറത്തേക്ക് പോകുന്ന വഴിക്ക് ഒരു മെഷീൻ ഉണ്ടായിരുന്നു. ഇതിൽ നമുക്ക് ഉള്ള സ്നാക്സ്, അതുപോലെ തന്നെ ജ്യൂസ്, കോള, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ അടുത്തത് ഒരു DHLൻ്റെ പാക്കറ്റ് സ്റ്റേഷനാണ്. DHLൻ്റെ മെയിൻ ഓഫീസും വരുന്നത് ഈ ഒരു ബാനോഫിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ചൂസ്.